ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ജെ.ഡി.യു നേതാവ് നിതീഷ് കുമാറിനെയും അധികാരത്തിലെത്താൻ സഹായിച്ചത് ആരാണ്? ഒറ്റ ഉത്തരം മാത്രം: കോടിക്കണക്കിന് വരുന്ന സ്ത്രീ വോട്ടർമാർ. വെറും 2% മാത്രം പ്രാതിനിധ്യമുള്ള കുർമി സമുദായ അംഗമാണ് നിതീഷ് കുമാർ. എന്നിട്ടും നിതീഷ് കുമാർ കഴിഞ്ഞ 20 വർഷമായി ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിലുണ്ട്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ വോട്ടർമാരിലുള്ള സ്വാധീനം ഒന്ന് മാത്രമാണ് അതിന് പിന്നിൽ. ഇക്കുറിയും അതിന് മാറ്റമുണ്ടായില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് മുന്നിൽ കണ്ട് നിതീഷ് കുമാർ 10,000 രൂപ വീതമാണ് വനിതകളുടെ അക്കൗണ്ടിൽ എത്തിച്ചു നൽകിയത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ്. കാരണം പദ്ധതി പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിലും പണം വനിതകളുടെ അക്കൗണ്ടിൽ എത്തിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ്. മഹിളാ റോസ്ഗാർ യോജന എന്ന ഓമന പേരിൽ അറിയപ്പെട്ട പദ്ധതി ഇപ്പോൾ അപ്പാടെ ചീറ്റിയിരിക്കുകയാണ്. ഇതോടെ നിതീഷിന് വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് വനിതാ പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. നവാഡ ജില്ലയിലെ സിരദ്ല മേഖലയിൽ നടന്ന പ്രതിഷേധത്തിൽ രോഷാകുലരായ സ്ത്രീകൾ തടിച്ചുകൂടിയതോടെ നിതീഷിന്റെ കീഴിലെ സർക്കാർ ജീവനക്കാർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതായി കാണാൻ സാധിക്കും. ജീവിക ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഓടി രക്ഷപ്പെട്ടതായി പ്രഭാത് ഖബർ പത്രിക തുടങ്ങിയ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ച പദ്ധതി പ്രകാരം 10 ലക്ഷം വനിതകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം അയക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ സിരദ്ലയിലെ നിരവധി സ്ത്രീകൾക്ക് ഈ തുക ലഭിച്ചിട്ടില്ല. ഇത് വിശ്വസിച്ച് തങ്ങൾ നിതീഷിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തുവെന്നും വനിതകൾ ആക്രോശിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ആയിരക്കണക്കിന് സ്ത്രീകൾ ബുധനാഴ്ച ജീവികയുടെ പ്രാദേശിക ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു. പ്രതിഷേധക്കാർ ഓഫീസിലെത്തിയതോടെ ഇൻചാർജ് BPM ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇറങ്ങിയോടുകയും ചെയ്തു. ഈ സമയം ഏരിയ കോർഡിനേറ്റർ രാജ്കുമാറിനെ സ്ത്രീകൾ തടഞ്ഞു നിർത്തി തുക ലഭിക്കാത്തതിന്റെ കാരണം ആരാഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഫോം പൂരിപ്പിക്കാനായി ജീവികയുമായി ബന്ധപ്പെട്ടവർ തങ്ങളിൽ നിന്ന് 50 രൂപ മുതൽ 100 രൂപ വരെ വാങ്ങിയിരുന്നു. എന്നാൽ ഫോമുകൾ ശരിയായി സമർപ്പിക്കുകയോ തുക അക്കൗണ്ടിൽ എത്തുകയോ ചെയ്യാതെ ആയതോടെയാണ് സ്ത്രീകളുടെ നിയന്ത്രണം നഷ്ടമായത്. 2011 മുതൽ ജീവികയുമായി ബന്ധമുള്ള തങ്ങളെ 3 മാസമായി ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. തുടർന്ന് സ്ത്രീകൾ ബ്ലോക്ക് ഓഫീസിലെത്തി സർക്കിൾ ഓഫീസർ ഭോല കുമാറിന് രേഖാമൂലം പരാതി നൽകി. തുക ഉടൻ വിതരണം ചെയ്തില്ലെങ്കിൽ ജീവിക ഓഫീസിന് പൂട്ടുവീഴുമെന്നും റോഡ് ഉപരോധിക്കുമെന്നും പ്രതിഷേധക്കാർ അധികാരികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ശ്രദ്ധ ഇതിൽപ്പെടുത്തണമെന്നും സ്ത്രീകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി മന്ദിരത്തിലെത്തി നിതീഷിനെ വളയുമെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കിടെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ അയച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 10 ലക്ഷം പേരുടെ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിച്ചതെന്നാണ് സർക്കാർ അറിയിച്ചത്. എന്നിട്ടും ചില സ്ത്രീകളെ അവഗണിച്ചുവെന്ന ആരോപണവും വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം പ്രഖ്യാപിച്ചതോടെ പിന്നീട് ഈ പദ്ധതിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ നിതീഷ് കുമാർ തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് സ്ത്രീ വോട്ടർമാർ തെരുവിലിറങ്ങുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്.